മാതാപിതാക്കളാണ്. നമ്മൾ ഓടി നടക്കുകയാണ് അല്ലേ? നമുക്ക് മക്കളെ നോക്കാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്ക് പറ്റില്ല, മക്കളെ കൂടെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പം ബുധനാഴ്ച രാത്രി ഖത്തറിൽ പോയി തിരിച്ചു വന്നു. വ്യാഴാഴ്ച ജിദ്ദയിൽ റിയാദിൽ വന്നു. റിയാദിൽ നാട്ടിലെത്തിയപ്പോൾ ഇന്ന് രാത്രി തിരിച്ചു വന്നു. താഷ്കൻഡിൽ പോയി ചൊവ്വാഴ്ച ജിദ്ദയിലേക്ക് തിരിച്ചെത്തുന്നു. 2 ദിവസം ജോലി ചെയ്യുന്നു. 3-ാം ദിവസം നാട്ടിലേക്ക് തന്നെ വരണം, മംഗലാപുരത്ത് വരണം, കാസർഗോഡ് സമസ്ത സമ്മേളനത്തിന് വരണം. അപ്പോൾ കുട്ടികളെ കാണാൻ കിട്ടാത്തതുകൊണ്ട് മക്കളോട് പറഞ്ഞു, നിങ്ങൾ വയനാട്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു. ഇന്നലെ അവരെ വയനാട്ടിലേക്ക് വരുത്തിച്ചു. അപ്പോൾ വരുമ്പോൾ ഉമ്മയുണ്ട്, ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ പെങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ നിന്നു. അവർ തിരിച്ചു പോന്നു. ഞാൻ അങ്ങോട്ട് കുറ്റിയാടിക്കും പോന്നു. അത്രേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി നമ്മുടെ മക്കളുടെ കാര്യം നോക്കുന്നത് ആരാ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്. നമുക്ക് ഓടി എത്താൻ പറ്റില്ല. നമ്മളുള്ള സമയം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ആ മക്കൾ പഠിക്കുന്നതും അവരുടെ സ്കൂളും അവരുടെ ട്യൂഷനും അവരുടെ മദ്രസയും അവരുടെ ഓൺലൈൻ ക്ലാസ്സും അവരുടെ പഠിപ്പവും സ്കൂളിൽ പോകുന്നതും പാരൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതും ഇതൊക്കെ നമ്മുടെ ഭാര്യമാരായിരിക്കും. വലിയൊരു സേവനം അവർ ചെയ്യുന്നുണ്ട്. നമ്മളത് കാണാതെ പോകരുത്. അള്ളാഹുവർക്കൊക്കെ അതിന് പ്രതിഫലം നൽകട്ടെ. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. അങ്ങനത്തെ പെണ്ണുങ്ങളിലൂടെയാണ് നല്ല കുടുംബം ഉണ്ടാകുന്നത്, നല്ല മക്കളുണ്ടാകുന്നത്. നല്ല ഭാര്യയാകുമ്പോൾ അവർക്ക് നല്ല ഉമ്മയാവാൻ കഴിയും. അവരിലൂടെ നമുക്ക് സമൂഹത്തിന് നല്ല ഖൈർ ചെയ്തു കൊടുക്കാൻ അവർക്ക് അവസരങ്ങൾ അള്ളാഹു നൽകുകയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ വലിയ ധൈര്യമുള്ള മഹദിയാണ് റളിയല്ലാഹു അൻഹ. പുണ്യനിബിതങ്ങൾ ഹിജ്റ പോകുമ്പോൾ പൂർണ്ണ ഗർഭിണിയായി നിബിതങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ട് സൗർ മലയുടെ മുകളിൽ ഒരു ദിവസം 2 തവണ കയറിയ മോളാണ്, മഹദിയാണ് അസ്മാ ബീവി സിദ്ദീഖ് എന്നവരുടെ മോള് റളിയല്ലാഹു അൻഹ. അന്ന് 8-9 മാസം ഗർഭിണിയാണ്. എന്നിട്ട് നമ്മൾ ഒരു ഗർഭമില്ലാതെ നമുക്ക് നടക്കാൻ പറ്റുമോ? സൗർ മലയുടെ മുകളിലെത്തണമെങ്കിൽ 2-2.5 മണിക്കൂർ നമ്മൾ അങ്ങോട്ടും 2 മണിക്കൂർ ഇങ്ങോട്ടും. എന്നിട്ട് പിന്നെ വല്ല ഉച്ചിലും പോണ്ടി വരും കയ്യും കാലം ശരിയാക്കാൻ. ആ മലയിലേക്കാണ് മഹദി ഒരു ദിവസം 2 തവണ, അങ്ങനെ 3 ദിവസം മഹദി കയറിയിറങ്ങി വാപ്പാക്കും റസൂലുള്ളാഹി തങ്ങൾക്കും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ. ഭയങ്കര ധൈര്യമായിരുന്നു. 100 വയസ്സ് കഴിഞ്ഞിട്ടാ അസ്മാ ബീവി വഫാത്താകുന്നത് റളിയല്ലാഹു അൻഹ. സുബൈർ ബിൻ അവ്വാം ഹവാരി റസൂലില്ലാഹ്, ഹബീബിന്റെ വളരെ അടുത്ത ആളാണ്, മഹാനവറുകളുടെ ഭാര്യയാണിത്. സുബൈർ എന്നവരുടെ മകനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്, സുഹാബിയാണ്. അവസാനം ഹജ്ജാജ് ബിൻ യൂസുഫിനാൽ കൊല ചെയ്യപ്പെട്ട ഷഹീദാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവര്. പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കഅബാലയത്തിന്റെ ഉള്ളിൽ. ഹജ്ജാജ് ബിൻ യൂസുഫ് മക്കയെ അതിക്രമിക്കുക, അന്നത്തെ ഒരു പൊളിറ്റിക്സ്, അന്നത്തെ ഒരു രാഷ്ട്രീയ സംഭവമായിരുന്നു അത്. സുബൈർ തങ്ങളെ, അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരെ പിടിച്ച് കൊല ചെയ്യാൻ വേണ്ടി ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ സൈന്യം ഹറമിലേക്ക് വരുമ്പോ അസ്മാ ബീവി മക്കന്റെ കഅബന്റെ അടുത്ത് അവരുടെ വീട്, മോൻ ഹറമിന്റെ ഉള്ളിലാണ്. അസ്മാ ബീവി ഹറമിന്റെ ഉള്ളിലാണ്. മസ്ജിദുൽ ഹറാമിന്റെ ഒരുപാട് ചുറ്റളവ് ഹറമാണ്, പരിശുദ്ധമായ ഹോളി സാങ്ച്വറിയാണ്. അവിടെ സൈന്യം കയറിയപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവര് ഉമ്മയെ വിളിച്ചു. ഉമ്മാ, അന്ന് ഉമ്മാക്ക് കണ്ണ് കാണില്ല, പ്രായമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. ഉമ്മാ, എനിക്ക് പേടിയാവുന്നു. ഉമ്മാന്റെ മറുപടി, ആണായിട്ട് ജീവിക്കുമോനെ. ഈ ദുന്യാവാണോ ഉദ്ദേശിച്ചത്? ഇപ്പൊ എന്റെ മുമ്പ് ഇറങ്ങിപ്പോയിക്കോ. ആഖിറമാണോ നിന്റെ ലക്ഷ്യമെങ്കിൽ നീ നിൽക്കുന്നിടത്ത് നീ നിൽക്ക്. ഉമ്മ, ഹജ്ജാജ് ബിൻ യൂസുഫ് ക്രൂരനാണ്. അയാൾ എന്നെ കൊന്നിട്ട് എന്നെ കഷ്ണം കഷ്ണമാക്കി വെക്കും എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അത് അയാൾ ചെയ്യും. അതിന് അസ്മാ ബീവി കൊടുത്തൊരു മറുപടിയുണ്ട്. മോനെ, ഒരാടിനെ അറുത്താൽ ആ ആടിന്റെ തോലഴിക്കുന്നത് ആടിനൊരു ഉപദ്രവം ചെയ്യാറില്ല മോനെ, നിന്നൊടുക്കടാ. ആ ധൈര്യത്തിൽ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവർക്ക്. പറഞ്ഞ പോലെ ഹജ്ജാജ് അവരെ കൊന്നു, മഹാൻ ഷഹീദായി. ആ മയ്യത്തിനെ മക്കായുടെ കവാടത്തിൽ കെട്ടിത്തൂക്കി വെച്ചു ദിവസങ്ങളോളം. അബ്ദുല്ലാഹി ബിൻ ഉമർ എന്നവർ ജീവിച്ചിരിക്കുന്ന കാലം അസ്മാ ബീവി പറഞ്ഞു, ഹജ്ജാജ്, നീ എന്ന് പറയുന്നൊരു ദുഷ്ടൻ സഖീഫ് ഗോത്രത്തിൽ വരുന്നുണ്ടെന്ന് എന്റെ റസൂൽ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആ ദുഷ്ടനാണ് ഹജ്ജാജെ നീ. നിനക്കിതിന് അല്ലാഹു പകരം കാണിച്ചു തരും. എന്റെ മോനെ നീ ചെയ്തു വെച്ചതിന്
എന്നൊക്കെ ഹജ്ജാജിനെതിരെ സംസാരിച്ചപ്പോൾ ഹജ്ജാജിന് മറുപടി പറയാൻ കഴിയാതെ നിന്നുപോയ ഉമ്മയാണ് അസ്മാ ബീവി. 100 വയസ്സുള്ളപ്പോഴാ തൻ്റെ ചെറുപ്പക്കാരനായ മോനോട്, മോനെ, ആടിനെ അറുത്ത് കഴിഞ്ഞാലേ അറുക്കുമ്പോഴുള്ള വേദനയുള്ളൂ, അത് കഴിഞ്ഞാൽ ആടിൻ്റെ തോലഴിക്കുന്നത് ആട് അറിയാറുള്ള മോനെ, നിന്നെ വധിച്ചിട്ട് നിന്നെ കഷ്ണാക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ പേടിക്കുകയാണല്ലേ. അങ്ങനത്തെ ധൈര്യം കൊടുത്തൊരു ഉമ്മ. സത്യത്തിന് വേണ്ടി നിലകൊള്ളു മോനെ എന്ന് പറഞ്ഞ ഇന്ന ഷാത ലാ യുലിമുഹ സൽഖു ബഅദ ദബ്ഹ്. ഇവരും മഹദിമാരാണ്, ഉമ്മമാരാണ്. അവരുടെ ഭർത്താവുണ്ട് സുബൈർ ബിൻ അവ്വാം എന്നവര്. സുബൈർ ബിൻ അവ്വാം ജീവിച്ചിരിക്കുന്ന കാലം, ഈ ഹജ്ജാജിന്റെ സംഭവമൊക്കെ തങ്ങൾ വഫാത്തായി ഒരുപാട് കാലങ്ങൾ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവമൊക്കെ നടന്നത്. അതിന്റെയൊക്കെ മുമ്പ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഭർത്താവാണ് അസ്മാ ബീവിയുടെ. അസ്മാ ബീവി പറഞ്ഞ സിദ്ദീഖ് എന്നവരുടെ മോള്, ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. പക്ഷെ 2 ഉമ്മയാണ്. ഒരു ശത്രു വന്ന് വീട്ടില്. ബീവിക്കറിയാം ഇയാള് ശത്രുവാണെന്നറിയാം. സുബൈർ എന്നവരെ വകവരുത്താൻ വേണ്ടി വന്നതാണ്. അയിന സുബൈർ, എവിടെയാണ് സുബൈർ എന്ന് ചോദിച്ചു. സുബൈർ ബിൻ അവ്വാം ഹവാരിയു റസൂലില്ലാഹ്, സ്വർഗത്തിലേക്ക് പോകുന്ന 10 പേരിൽപ്പെട്ട ആളാണ് ഇവര്. അസ്മാ ബീവിന്റെ ഈ ഭർത്താവ്. സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ആ സുബൈർ എന്നത് സുബൈർ ബിൻ അവ്വാം, സിദ്ദീഖ് എന്നവരുടെ പുതിയാപ്പിള, മകളുടെ ഭർത്താവ്. അപ്പോ ഭാര്യയായ അസ്മാ ബീവി അവിടെ ഭാര്യയാണ്. എവിടെയാണ് സുബൈർ? ഫിന്നഖീൽ, ആ തോട്ടത്തിനുണ്ട്, അങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞു. ധൈര്യമായിരുന്നു. എന്റെ ഭർത്താവ് സുബൈറിനെ തൊടാൻ ഇവന് കഴിയില്ല, എന്റെ ഭർത്താവ് അത് വേണ്ട വിധം കൈകാര്യം ചെയ്തേക്കെന്ന് പറഞ്ഞു. ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ ഇവിടെ വീട്ടിലില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കുക. സ്ഥലം കാണിച്ചു, അവിടെ ഉണ്ട്, അവിടെ പോയിക്കോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് സുബൈർ എന്നവർ ഈ മനുഷ്യന്റെ കയ്യും കാലും കെട്ടിയിട്ട് ഇങ്ങനെ തോളിട്ട് വരുന്നു വീട്ടിലേക്ക്. അപ്പൊ ഉമ്മ ചോദിച്ചു, കൈഫ വജത്ത സബ്റ അഅസലൻ വതംറ അം അസദൻ ഹസ്ബറ. എങ്ങനെയുണ്ട് എന്റെ സുബൈർ? കൈഫ വജത്ത സബ്റ. സുബൈർ, എന്റെ സുബൈർ എങ്ങനെയുണ്ട്, എവിടെയാന്ന് ചോദിച്ചു വന്നല്ലേ. നീ വിചാരിച്ചു ഞാൻ പേടിച്ചിട്ടുണ്ടാവുന്നു, എന്റെ മോൻ നിന്നെ പേടിക്കുന്നു വിചാരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ സുബൈർ? അഅസലൻ വതംറ, നല്ല തേനും ഈത്തപ്പഴം തിന്നണ പോലെയാണോ കണ്ടത്? അം അസദൻ ഹസ്ബറ, ധീരനായ സിംഹമായിട്ടാണോ എന്റെ മോനെ നീ കണ്ടത് എന്ന് ഈ ശത്രുവിനോട് അസ്മാ ബീവി പാടിയൊരു പാട്ടുമുണ്ട്. അത്രയും കരുത്തുറ്റ ഹൃദയം. നമ്മള് മറ്റേ പേര് വെട്ടാൻ പോവാണോ എന്ന് പറഞ്ഞപ്പോഴേക്കും തഹജ്ജുദ് നിസ്കാരം കൂടി പേടിച്ച് കുറെ ആൾക്കാർക്ക് വയറ്റുന്നു പോകാൻ തുടങ്ങി, കുറെ ആൾക്കാർക്ക് BP കുറഞ്ഞുപോയി. ഗൾഫിൽ നിന്നൊക്കെ ആള് വിളിച്ചു വരുത്തി, പൊന്നാര മോനെ വന്നോ, ഇല്ലെങ്കിൽ വോട്ടർ പട്ടികന്ന് പേര് പോയാൽ എൻ്റെ അഡ്രസ്സ് പോകട്ടോ. ഇങ്ങനെ പേടിപ്പിക്കുമ്പോഴേക്കും പേടിക്കുന്ന ഒരു ഭീരുക്കളാണ് നമ്മളെങ്കിൽ അള്ളാഹിനോട് പോയി മരിക്കാൻ വരുന്നോളി. നമ്മുടെ പരാജയം അവിടെയാണ്. ഈ പേടിപ്പിക്കല്, പേടിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലി വല്ലി മസീഹ് ദജ്ജാലിനെ കാത്തുക്കുന്നവരല്ലേ നമ്മള്. അതിങ്ങനെ വെറുതെ ഇങ്ങനെ സ്റ്റിക്കർ അടിച്ച് വിട്ടാൽ പോരാ, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് വരണം. അല്ലാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅത്തയുടെ ഇമാം മുഅത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ ഉമ്മയാണ് കൊച്ചുനാളിൽ ആ മോനെ പഠിക്കാൻ പറഞ്ഞയച്ചത്. ഉമ്മ നെയ്ത്ത് ചെയ്യുന്ന ആളായിരുന്നു. കാനത്ത് തഗ്സിൽ, അവര് നെയ്യുന്ന വസ്ത്രങ്ങൾ തുന്നുന്ന ഒരു പെണ്ണായിരുന്നു. മോനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങനെ കളിച്ചു നടക്കേണ്ടതല്ല മോനെ, എൻ്റെ ആഗ്രഹം ഇമാം റബീഅയുടെ മജ്ലിസിൽ പോയിരുന്നിട്ട് നീ തഅല്ലമിൽ അദബ ഖബ്ലൽ ഇൽം, മഹാനായ റബീഅ തങ്ങളുടെ ഇൽമ പഠിക്കുന്നതിന്റെ മുമ്പ് റബീഅ തങ്ങളുടെ അദബ് നീ പഠിക്കും മോനെ എന്ന് പറഞ്ഞ് ആ കൊച്ചുമോന് അമ്മമഹു വഅൽബസഹു, ആ കുഞ്ഞിന് വെള്ളവസ്ത്രം അണിയിച്ചു കൊടുത്ത് തലയിലൊരു തലപ്പാവും വെച്ചുകൊടുത്ത് റബീഅ തങ്ങളുടെ സദസ്സിലേക്ക് പറഞ്ഞയച്ച് ഇൽമ പഠിച്ച് ഹദീസ് പഠിച്ച് മദീന കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ഇമാം ഷാഫിഈ തങ്ങളുടെ ഗുരുനാഥൻ
ഹബീബിന്റെ മദീന കണ്ട പ്രോജ്വലിച്ചു നിന്ന ഇന്ന് മാലിക്കി മദ്ഹബ് എന്ന് പറയുന്ന മദ്ഹബിന്റെ നേതാവ് മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി കുഞ്ഞിന് വേണ്ട സർവ്വതും ഉമ്മയുടെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയ വസ്ത്രത്തിന്റെ നാണയത്തുട്ടുകളെ കൊണ്ട് ആ കുഞ്ഞിന്റെ പഠനം നടത്തിയ യതീമായി വളർന്ന മോനാണ് ഇമാം മാലിക് എന്നവർ. വാപ്പയില്ല, ഭർത്താവ് കൂടെയില്ല, എന്നിട്ട് മക്കളെ സ്വന്തം അധ്വാനം കൊണ്ട് പഠിപ്പിച്ചുണ്ടാക്കി ദീൻ പഠിപ്പിച്ചു വിട്ടതിന്റെ ഫലമാണ് ഇന്ന് ഞാനും നിങ്ങളും ഇമാം തങ്ങളുടെ മുഅത്ത ഇന്ന് ഓതുന്നത്, ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബ് എന്ന് നിലനിൽക്കുന്നത്. ആ ഉമ്മെന്ന് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു വലിയ മഹാപണ്ഡിതനെ നമുക്ക് നഷ്ടമാകുമായിരുന്നില്ലയോ? ആലോചിച്ച് നോക്കൂ. ഇസ്ഹാഖ് ഇബ്നു റാഹവൈ എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്. ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളും അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും ഒരു കാലക്കാരാണ്. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളെ മഹാനവറുകൾ മക്കയിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളും മഹാനവറുകളെ കാണാൻ വേണ്ടി ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് യാത്ര ചെയ്തു വന്നു. സുഫിയാൻ ഇബ്നു ഉയൈന 93-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. അതിൽ ചെറിയ കൗതുകമുണ്ട്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ വർഷവും ഹജ്ജ് ചെയ്യും. ഹജ്ജ് ചെയ്ത് ജംറ എറിഞ്ഞ് അവസാനത്തെ ഏറുമെറിഞ്ഞ് മിനയിൽ നിന്ന് പോരുമ്പോൾ പറയും, അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ ഹജ്ജാക്കരുതേ റബ്ബേ, എനിക്ക് അടുത്ത കൊല്ലം ഹജ്ജിന് വരണം. അങ്ങനെ പിറ്റത്തെ കൊല്ലം വരും. അങ്ങനെ മഹാനവറുകൾ 60-ലേറെ ഹജ്ജ് കഴിഞ്ഞു. വയസ്സ് 93ആയി. 93ആയപ്പോ മഹാൻ പറയാ, ഇനി എനിക്ക് അള്ളാഹിനോട് അടുത്ത കൊല്ലം കൂടെ എനിക്ക് വരണമെന്ന് പറയാനൊരു നാണം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഈ കൊല്ലം അത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 93-ാമത്തെ വയസ്സിൽ മഹാൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു. അത്ര വലിയൊരു ആലിമാണ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു വറഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം ഷാഫിഈ തങ്ങളെ അന്ന് മക്കയിലുണ്ട്, ചെറുപ്പക്കാരനാണ് ഇമാം ഷാഫിഈ തങ്ങള്. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളും ഈ സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ ഹദീസുകൾ കേൾക്കാൻ വേണ്ടി അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അപ്പൊ അഹ്മദ് ഇബ്നു ഹംബൽ ആൾക്കൂട്ടത്തിൽ കൂട്ടുകാരനെ കാണാണ്ടായി. അപ്പൊ ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നറിയാം. ആ ഇമാം ഷാഫിഈ തങ്ങളെ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർക്ക് ഉസ്താദാണ്. അത് വേറെ ഭയങ്കര രസം. അഹ്മദ് ഇബ്നു ഹംബൽ എന്നൊരു പ്രായം കൊണ്ട് ഇമാം ഷാഫിഈ തങ്ങളെക്കാളും ചെറുതാണ്. അഹ്മദ് ഇബ്നു ഹംബൽ പറയും എൻ്റെ ഉസ്താദാണ് ഇമാം ഷാഫിഈ. ഷാഫി ഇമാം പറയും എൻ്റെ ഉസ്താദാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ. യാ അല്ലാഹ്, എന്തൊരു സ്നേഹം, എന്തൊരു ബഹുമാനം. സത്യത്തിൽ ഇമാം ഷാഫി തങ്ങളെ ഉസ്താദ്, ഷാഫി ഇമാമിൽ നിന്ന് പഠിച്ച ആളാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങള്. രണ്ടുപേരും രണ്ട് മദ്ഹബാണ്. ഇമാം ഷാഫി തങ്ങൾ പഠിച്ച ഇമാം മാലിക് എന്നവരിൽ നിന്ന് 3 പേരുടെയും മദ്ഹബ് 3 എണ്ണമാണ്. അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷെ ഒരു പ്രശ്നമില്ല, അടിയും കുത്തും പ്രശ്നങ്ങളും നോട്ടീസ് അടിക്കലും ഫേസ്ബുക്കിൽ എഴുതലൊന്നും ഇല്ലല്ലോ. അവർ പരസ്പര ബഹുമാനത്തിലാണ്, ആദരവിലാണ്, സ്നേഹത്തിലാണ്. അപ്പോ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി തങ്ങളെ പിടിച്ചു വലിച്ചിട്ട് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ പറഞ്ഞു, ഇസ്ഹാഖ് ഇൻ ഫാതക മിൻ ഹദീസ് സുഫിയാൻ ഇബ്നു ഉയൈന ഫദഅഹു വലാ യഫൂതന്നക അഖ്ലു ഹാദൽ ഫതാ മിൻ ഖുറൈശ്. സുഫിയാൻ ഇബ്നു ഉയൈന തങ്ങളുടെ ഹദീസ് നീ കേട്ടില്ലെങ്കിലും അത് വലിയ നഷ്ടമൊന്നുമല്ല. അവിടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്, ഷാഫിഈ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ. ആ ഷാഫിഈയുടെ അഖല്, അദ്ദേഹത്തിന്റെ ചിന്തകൾ നിനക്ക് നഷ്ടമായാൽ പിന്നെ കിട്ടൂല. അതുകൊണ്ട് നീ അങ്ങോട്ട് വാ, നമ്മൾ അവിടെ പോയി ഷാഫി ഇമാമിനെ ശ്രദ്ധിക്കാം. ആ ഷാഫിഈ ഇമാം എന്ന് പറഞ്ഞ നമ്മുടെ മദ്ഹബിന്റെ ഇമാം, ഇന്ന് ഈജിപ്തിലെ കെയ്റോവിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമിന് ഷാഫിഈ തങ്ങള്. അങ്ങനെ ഒരു ഷാഫിഈയായി മാറുന്നത് യതീമായി വളർന്ന് തൻ്റെ ഉമ്മ കൈപിടിച്ചുകൊണ്ട് ഇന്നത്തെ ഗസ്സയിൽ ജനിച്ച മഹാനാണ് ഷാഫിഈ ഇമാം. ഷാഫിഈ ഇമാം ഗസ്സാവിയാണ്, ഗസ്സക്കാരനാണ്. അവിടെയാണ് ജനിച്ചത്. അവിടെ നിന്ന് 2 വയസ്സ് പ്രായമുള്ളപ്പോ മോനെ മക്കയും മദീനയും കാണിച്ച് യമനിലും മക്കയിലും മദീനയിലുമുള്ള ആലിമീങ്ങൾ എന്ന് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഒറ്റക്ക് ആ മോനെയും കൊണ്ട് മരുഭൂമികൾ താണ്ടി യാത്ര ചെയ്തു വന്ന് മകനെ പഠിപ്പിക്കാൻ വേണ്ടി ത്യാഗം ചെയ്ത ഒരു ഉമ്മയാണ് ഇമാം ഷാഫിഈ എന്ന മഹാപണ്ഡിതന്റെ പിറകിൽ നിൽക്കുന്നത്. ഹബീബ് മദീനയിൽ വന്നപ്പോ നാട്ടുകാർ ഒരുപാട് അൻസ്വാരികൾ ഹബീബിന് സമ്മാനങ്ങൾ, ഈത്തപ്പഴം, അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങള്, ഒട്ടകത്തിന്റെ പാല്,
അങ്ങനെ പിന്നെ ജുബ്ന, ഇതൊക്കെ കുറേ സാധനങ്ങൾ കൊണ്ടുപോയി ഹബീബിന് കൊടുത്തു. വസ്ത്രം കൊടുത്തവര് ചിലര് ഹബീബിന് മുമ്പ് നിന്ന് പാട്ടുപാടി കൊടുത്തു, തങ്ങളെ പുകഴ്ത്തിയിട്ട്. അതാണ് മൗലിദ് എന്ന് പറഞ്ഞാൽ, തങ്ങളെ പുകഴ്ത്തി പറയാ. ഹബീബിന്റെ മുമ്പിൽ നിന്നിട്ട് പാട്ടുകൾ അങ്ങനെ പാടി. ഒരു ഉമ്മ കുറെ കഴിഞ്ഞിട്ട് വന്ന്, പൊന്നാര നബിയെ, നിങ്ങൾ വന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല, ഞാനൊരു പാട്ട് റെഡിയാക്കി വെച്ചിരുന്നു, നിങ്ങൾ വരുമ്പോ പാടിത്തരാൻ. 80 വയസ്സ് കഴിഞ്ഞൊരു വല്യമ്മയെ പറയേണ്ടത്, ആ പാട്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പൊ ഒന്ന് പാടി തന്നോട്ടെ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ ഉമ്മ എന്ന് പറഞ്ഞു. അവിടെ ഉമ്മ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് ഹബീബിനെ പുകഴ്ത്തിയിട്ട് ആ പാട്ട് പാടിയിട്ട് പോയി. ഇതൊക്കെ മദീനക്കാരുടെ മനസ്സാണ്. അപ്പോ അനസ് എന്നവരുടെ ഈ ഉമ്മ സുലൈം ബിൻതു മിൽഹാൻ റളിയല്ലാഹു അൻഹയുടെ ഒരേ ഒരു മകൻ, ആണും പെണ്ണുമായിട്ട് ഒന്നേ ഉള്ളൂ, അനസ് ബിൻ മാലിക്. ഭർത്താവ് മരിച്ചു ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സാണ്. ആ 10 വയസ്സുള്ള മോനെയും കൈപിടിച്ചു കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരേ, പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ഖുവൈദിമുക, അങ്ങേക്ക് സേവനം ചെയ്യാൻ വന്ന ഒരു ചെറിയ ഖാദിമാണിത്. അനസുൻ യഖ്ദുമുക, എൻ്റെ അനസ് നബിയെ, അങ്ങേക്ക് ഖാദിമായിട്ട് ഇവിടെ നിന്നോട്ടെ, എനിക്ക് സമ്മാനം തരാൻ വേറെ ഒന്നുമില്ല നബിയെ, എൻ്റെ ഒരേ ഒരു മകൻ. അങ്ങേക്ക് വെള്ളം വേണം, ഭക്ഷണം വേണം, ചെരുപ്പെടുത്ത് വെക്കണം, അങ്ങയുടെ വാഹനം റെഡിയാക്കണം, അങ്ങേക്ക് എന്തെങ്കിലും പോയി വാങ്ങിച്ചു കൊണ്ടുവരണം, ഇതിനൊക്കെ ആള് വേണ്ടേ വീട്ടിൽ? ഓടി നടക്കാൻ പറ്റുന്ന ഈ 10 വയസ്സുള്ള എൻ്റെ മോൻ അനസിനെ നബിയെ, ഞാൻ അങ്ങേക്ക് സമ്മാനമായി ഖാദിമായി നിർത്താൻ വേണ്ടി ഞാനിവിടെ ഏൽപ്പിച്ചു പോവുകയാണ് റസൂലേ, എൻ്റെ അനസിനെ നിങ്ങൾ സ്വീകരിക്കണേ. അനസ് റളിയല്ലാഹു അൻഹുവിന് ആ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ആ ഉമ്മ ചെയ്ത സേവനമാണത്. നമ്മൾ പള്ളി ദർസിലും അറബി കോളേജിലും ബോർഡിങ്ങിലും നല്ല സ്ഥാപനങ്ങളിലും കൊണ്ടുപോയി ആക്കി വരുമ്പോഴേ നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ? നമ്മുടെ നാട് വിട്ട് നമ്മുടെ മക്കള് ആ രാത്രി നമ്മുടെ കൂടെ, നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ കൂടെ കിടന്നുറങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന മക്കള് 10 വയസ്സായിട്ടേ ഉള്ളൂ, അവന് ഹോസ്റ്റലിലാണ്, അറബി കോളേജിലാണ്, ദർസിലാണ്, എവിടെയെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുകയാണ്, ബോർഡിംഗ് സ്കൂളിലാണ്. ഒരു 2-3-4 ആഴ്ച കഴിഞ്ഞ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. ആ കുട്ടിക്കല്ല, ഉമ്മാക്കും വാപ്പാക്കും, പ്രത്യേകിച്ച് ഉമ്മക്ക്. കുറേ കുട്ടികളൊക്കെ പഠിപ്പ് നിർത്തിയത് ഉമ്മാന്റെ ഈ സ്നേഹം കൊണ്ടാണ്. എൻ്റെ കുട്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കുട്ടീനെ പിടിച്ചുകൊണ്ടുവന്നു. എന്ത് ചെയ്യാനാ, കുട്ടിക്ക് പഠിക്കാൻ പറ്റിയില്ല. ആ സ്നേഹം ആ ഉമ്മാക്കുണ്ടാവില്ലേ? അനസെന്ന മോൻ അവിടെ ആക്കി വരുമ്പോ. പക്ഷേ ഇതെന്റെ ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ അരികത്താണ്, ഹബീബിന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഖാദിമായിട്ട് വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരേ ഒരു മകനെ മഹദി റളിയല്ലാഹു അൻഹു ഉമ്മു സുലൈം ബീവി ഹബീബിന്റെ വീട്ടിലാക്കി പോന്നു. ആ മോനാണ് 100 വയസ്സുള്ളപ്പോഴും ഇറാഖുകാർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആയിഷയ്ക്ക് വേണ്ടി ഹബീബ് ദുആ ചെയ്തതാ. 100 കഴിഞ്ഞിട്ട് അനസ് എന്നവർ വഫാത്താകുന്നത്. അഭിമാനത്തോടെ പറയും, ഖദംതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു പണി ഞാൻ ചെയ്യാതിരുന്നപ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തില്ല എന്നോ? ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോ എന്തുകൊണ്ട് അനസേ നിങ്ങളത് ചെയ്തു എന്നോ? മാ അഅതബനി, എന്നെ ഒരിക്കലും എൻ്റെ ഹബീബ് ആക്ഷേപിച്ചിട്ടില്ല. എൻ്റെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ എൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകാം, നമ്മുടെ കൂടെ പഠിച്ചവരാകാം. ഇന്ന് നിങ്ങൾ മുതലാളിയായി മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ കൂടെ കളിച്ചിരുന്ന ആൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചണിൽ പാത്രം കഴുകുകയോ ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യേണ്ട ഗതികേട് ആ മനുഷ്യൻ്റെ ദാരിദ്ര്യം കൊണ്ട് തൻ്റെ കൂട്ടുകാരൻ്റെ പണിക്കാരനായി ജോലി ചെയ്യേണ്ടി വന്നേക്കാം. പരിചയമില്ലാത്തവരുണ്ടാകാം. തന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞു എന്നൊരു കുറവല്ലാതെ ആ മനുഷ്യർക്കൊന്നും വേറെ കുറവുകളില്ലല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരു മുതലാളിയാണെന്ന ഭാവേന എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോട് ശകാരിക്കുകയോ ഒച്ചവെക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്യുന്ന പെരുമാറ്റങ്ങൾ ഒരു എംപ്ലോയറും തൻ്റെ എംപ്ലോയികളോട് ചെയ്യരുത് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് മഹാനായ അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്.
അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മഹദിയെ കല്യാണം കഴിക്കാൻ ഒരു പ്രപ്പോസലുമായിട്ട് വന്നു. അബൂ തുൽഹ തങ്ങൾ എന്ന ബിംബാരാധകനാണ്. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ഉമ്മു സുലൈം, ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യട്ടെയോ എന്ന് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, അബൂ തുൽഹ നിങ്ങൾ മുസ്ലിം അല്ലല്ലോ, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുമ്പോൾ, എൻ്റെ ഭർത്താവായിട്ട് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് ഇസ്ലാം അനുവദിക്കുന്നതാവണം എൻ്റെ ഭർത്താവ്. അതുകൊണ്ട് നിങ്ങളിൽ ഇസ്ലാമില്ലല്ലോ. നിങ്ങൾ മുസ്ലിമാവുകയാണെങ്കിൽ ആ ഇസ്ലാം മതി എൻ്റെ മഹറായിട്ട്, എനിക്ക് വേറെ മഹർ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിയാണ് അബൂ തുൽഹത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. പിവി ചില ടിപ്സുകൾ കൊടുത്തിരുന്നു. എങ്ങനെയാണ് അബൂ തുൽഹ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ ഇന്ന് ഒരു ദേവാലയത്തിൽ പോകുന്നു, നാളെ വേറെ ദേവാലയത്തിൽ, പിന്നെ വേറെ ഈ 3 ദേവാലയത്തിലും 4ലും 5ലും ഓരോരോ ദൈവങ്ങളാണ്. ഈ പ്രപഞ്ചത്തിന് സംരക്ഷകനായി കുറേ ആൾക്കാരുണ്ടാകാൻ പാടുണ്ടോ? അതല്ല, എല്ലാറ്റിനും ഖഹാറായ, ഖാദിറായ, മുഖ്തദിറായ ഒരാളല്ലേ പാടുള്ളൂ. നിങ്ങളുടെ ബുദ്ധി എന്ത് പറയുന്ന അബൂ തുൽഹ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഇന്ന് നമ്മൾ പറയും സ്നേഹത്തിന് മതമില്ല. നമ്മുടെ സിനിമയും പറഞ്ഞുതരും, അത് നമ്മുടെ റിയാലിറ്റി ഷോകളും അത് പറഞ്ഞുതരും, പിന്നെ നമ്മുടെ ബാക്കി സംവിധാനങ്ങളൊക്കെ. അങ്ങനെയല്ല. ഇതാരെയും വേദനിപ്പിക്കാനല്ല. നിങ്ങൾ ഒരു മറ്റു മതത്തിലുള്ള ഒരു കുട്ടിയെയും ഇങ്ങോട്ട് ഇസ്ലാമിക്ക് ചാടിപ്പിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, അതൊന്നും ചെയ്യരുത്. ആ കുഞ്ഞിൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അത് വേദന ഉണ്ടാക്കൂലേ? നമ്മുടെ ഉമ്മക്കും ഉപ്പാക്കും വേദനിക്കുന്ന പോലെ അപ്പുറത്തുള്ളൊരു സഹോദരിക്ക്, ഒരു സഹോദരന്, അവരുടെ വീട്ടുകാർക്ക് ഇവർ കാരണം വേദന നമ്മൾ ഉണ്ടാക്കരുത്. അവരായിട്ടെടുക്കുന്നൊരു തീരുമാനം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ തീരുമാനമെടുത്ത് പോകൂലേ? അതിനെ സംബന്ധിച്ചല്ല, നമ്മൾ അവരെ പ്രോംപ്റ്റ് ചെയ്യണ്ട വിവാഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യരുത്. അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ബീവിയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് പറഞ്ഞത്, അബൂ തുൽഹ ഞാൻ നിങ്ങളെ സ്വീകരിക്കാം എൻ്റെ റസൂൽ അനുവദിക്കുന്ന പോലെ. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ ബുദ്ധിയുള്ള, യുക്തിയുള്ള, സൽസ്വഭാവമുള്ള ഒരാൾ വേറെ ഞാൻ കാണുന്നില്ല, നിങ്ങളെ ഞാൻ സ്വീകരിച്ചേക്കാം. അങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മഹർ വാങ്ങിച്ച മോളാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ആ മോൾ വാങ്ങിച്ച മഹർ എത്രയാണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതുകൊണ്ട് അഗ്ലൽ മുഹൂർ എന്ന് മഹാന്മാർ ചരിത്രത്തിൽ പേരിട്ട് വിളിച്ചു. The most expensive dowry in the Islamic history. അത്ര വിലയുള്ളൊരു മഹർ വേറില്ല. അവർക്ക് അല്ലാഹു 10 മക്കളെ നൽകി. അബൂ തുൽഹ കല്യാണം കഴിച്ചതിന് ശേഷം 10 മക്കൾ ജനിച്ചു. അവരിൽ പകുതിയോളം പേര് സുഹാബിമാരാണ്, ബാക്കിയുള്ളവർ താബിഈങ്ങളാണ്. ഈ 10 പേരും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകളായിരുന്നത്രേ. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഒരു ദഅവത്തിന്റെ പ്രഭയിലൂടെ ഒരു കുടുംബത്തിന് വെളിച്ചം കാണിച്ച മഹദി ഒരു മഹദിയാണ് മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. ധൈര്യം കൊടുത്തത് ഉമ്മമാരാണ്, വിദ്യാഭ്യാസം കൊടുത്തത് ഉമ്മമാരാണ്. അതുകൊണ്ട് നമ്മുടെ ഉമ്മമാർ വലിയൊരു ദൗത്യം ചെയ്യുന്നവരാണ്. ആ ദൗത്യത്തിന് അല്ലാഹുർക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഉപ്പമാർ ആ ദൗത്യ നിർവഹണത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ടവരാണ്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ അല്ലാഹു കൺകുളിർമയെ നൽകട്ടെ. നമ്മുടെ വീടുകളിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ. നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതെ നേർവഴിയിലായി ജീവിച്ച് പടച്ചതമ്പുരാന്റെ സുഖലോക സ്വർഗത്തിൽ ഹബീബായ നബി തങ്ങളുടെ കൈപിടിച്ച് നൂഹ് നബിയും മൂസ നബിയും ഇബ്രാഹിം നബിയും ഈസ നബിയും ഉലുൽ അസ്മുകളായ അമ്പിയാക്കന്മാരും മുർസലുകളും എല്ലാം ഒരുമിച്ച് കൂടുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാർ തങ്ങളും ഹബീബിന്റെ പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും അവിടുത്തെ അസ്വാജു ത്വാഹിറാത്തും അഹ്ലു ബൈത്തും താബിഈകളും താബിഈങ്ങളും മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ എന്ന ഖുത്ബുൽ അഖ്താബ് തങ്ങൾ അടക്കമുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അണിനിരക്കുന്ന
ഒരു സ്വർഗമുണ്ടെങ്കിൽ ആ സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ അള്ളാഹുവിനോട് ദുആ ചെയ്തോളൂ. അള്ളാഹു നമ്മ അവിടെ എത്തിച്ചു തരട്ടെ. ഈ ഷഅബാനിൽ അള്ളാഹു നമുക്ക് റഹ്മത്ത് തരട്ടെ. റമളാൻ അള്ളാഹു നമ്മിലേക്ക് എത്തിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും നരകമോചനവും സിദ്ധിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി അള്ളാഹു നമ്മളെ കഴുകി ശുദ്ധിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.